ആരൊന്നും പറയാതെ. ഹലോ. അപ്പൊ ഞങ്ങളുടെ കിക്കി കുഞ്ഞിന് ഇന്ന് 6 months തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 6 months കംപ്ലീറ്റ് ചെയ്ത് അവളെ 7th കാലെടുത്ത് വെച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇന്ന് അവൾക്കൊരു ചെറിയ ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ട്രീറ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വാട്ടർമെലൺ ട്രീറ്റാണ് ആൾക്ക്. അപ്പോൾ ആൾ ഭയങ്കര ഗ്രംപി ആയിട്ടിരിക്കുകയാണ്. ആൾക്ക് ഇങ്ങനെ ടാറ്റ പോകുമ്പോൾ വണ്ടി ഇങ്ങനെ നിർത്താൻ പാടില്ല. ആളും വ്ലോഗ് ചെയ്യാട്ടോ, എല്ലാവരും അതുകൂടി ശ്രദ്ധിച്ചോ. ഓക്കെ, ഹായ് പറയൂ എല്ലാവർക്കും. കിക്കി ഹായ്. അത് മൈൻഡൊന്നും ഞങ്ങൾ ചെയ്യാത്തില്ല, ഞങ്ങൾ ഭയങ്കര ജാടയുള്ള ആളാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. 6 മാസം പെട്ടെന്നാണ് കടന്നു പോയത്. ആൾ വന്ന് സൂപ്പറായിട്ടൊരു 6 months ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഞങ്ങളുടെ വർക്ക് ടൈമൊക്കെ ബാലൻസായി. അപ്പോൾ ഇപ്പോൾ ആളെ നോക്കാനൊന്നും നമുക്ക് പ്രത്യേകിച്ച് ആളുടെ ആവശ്യമൊന്നുമില്ല. ഞാനും ഹസ്ബൻഡും മാറി മാറിയാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഈസിയാണ് കിക്കിനെ നോക്കാൻ. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ നിർത്തേണ്ട പാട് അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. ആളെല്ലാം അഡ്ജസ്റ്റബിൾ ആയിട്ടൊക്കെ ഇപ്പം തന്നെ കണ്ടില്ലേ, തന്നെ പാല് കുടിക്കുക. ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരുന്നപ്പോൾ ആൾ തന്നെ പാലൊക്കെ കുടിച്ച് ആളുടെ വയർ കരയില്ല എന്നൊന്നുമില്ല. കുട്ടികളുടെ കൂട്ട് കരയാറുണ്ട്, വാശി പിടിക്കാറുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ആൾ അഡ്ജസ്റ്റബിൾ ആണ്. നമ്മൾ അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്ത് കൊടുത്ത ആൾ സൂപ്പർ. ഇത് ഒരു വായി നോക്കി കുട്ടിയാണ് ഞങ്ങളുടെ സ്വന്തം വായി നോക്കി കുട്ടി. ആൾ കാണുന്നത് ഫുള്ള് ആൾ ചുറ്റുമുള്ള കാര്യങ്ങളാണ് ആളുടെ ഫേവറേറ്റ്. നമ്മൾ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ അങ്ങനെയൊന്നും ആൾ കാണില്ല. ആൾക്ക് വണ്ടി എപ്പോഴും മൂവായിരിക്കണം. ആൾ അങ്ങനെ ഒരു ട്രാവൽ ഫ്രീക്കാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ കിക്കിപ്പൊന്ന് ഒടങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ പന്തളം റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വാട്ടർമെലൺ സീസൺ ആണെങ്കിലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വാട്ടർമെലൺ ഞങ്ങൾ ഈ തപ്പിയ ഒരിടത്തും ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ വാട്ടർമെലൺ തപ്പിപ്പോക്ക് എനിക്ക് തോന്നുന്നില്ല സക്സസ് ആവുമെന്ന്. എല്ലാം ചെറിയ ചെറിയ വാട്ടർമെലൺസാണ് എല്ലാവിടെയും ഉള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് ഇച്ചിരി സൈസുള്ള വാട്ടർമെലൺ ആകുമ്പോൾ നമുക്ക് കേക്ക് പോലെ കട്ട് ചെയ്തെടുക്കാനൊക്കെ സൗകര്യമായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല ഇന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ആൾക്ക് ഇതുവരെയും അങ്ങനെ അലർജറ്റിക് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഫ്രൂട്ട്സ് എല്ലാം കൂടി നമ്മൾ വാങ്ങി അത് വെച്ചിട്ട് ഒരു ഫ്രൂട്ട്സ് കേക്ക് ഉണ്ടാക്കി ആൾക്ക് കഴിക്കാൻ കൊടുക്കാം. അതാണ് ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങളുടെ പ്ലാൻ. സക്സസ് ആവുമെന്ന് ഞങ്ങളിനി പോയി ചെയ്ത് നോക്കിയാലേ അറിയൂ. ഇവിടെ അലമ്പായൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പാല് കൊടുത്ത് മയക്കിയിട്ടിരിക്കും. ആൾ സെൽഫ് മെയ്ഡ് കുഞ്ഞായതുകൊണ്ട് ആൾക്ക് പിടിച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, കുഞ്ഞ് തന്നെ കുടിച്ചോളും. സോ ഞങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് കിക്കിനെ. ഇനി എത്ര നാളിതിങ്ങനെ വാശിയില്ലാതെ പോകുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ കറൻ്റ്ലി അവളിപ്പോൾ ഇങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. ബാക്കിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങളിനി കേക്കൊക്കെ ഉള്ള പ്രിപ്പറേഷൻ ചെയ്യാനായിട്ടുള്ള പോക്കില്ല. എന്താവുമെന്ന് കണ്ടറിയാം. കാരണം ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താവുമെന്നൊക്കെ ഇനി ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുഞ്ഞ് ഉറക്കമായിരുന്നുകൊണ്ട് അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് പോലും എനിക്കറിയില്ല. ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അങ്ങനെ എന്താ ഉള്ളതെന്ന് വെച്ച് നമുക്കത് വെച്ചൊന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പം ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഇനി ബാക്കി കാഴ്ച